നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ യാത്ര കണ്ണൂരിലുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കേരളത്തിൽ എന്ന് വേണ്ട ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരമ്പലമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്. പണ്ടത്തെ മുഖ്യമന്ത്രിയായ കരുണാകരൻ്റെ കാലത്ത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടൊക്കെ സർട്ടിഫൈ ചെയ്യിച്ചിട്ടുള്ള നല്ലൊരു ക്ഷേത്രമാണെന്നാണ് പറയണത്. നല്ല ശക്തിയുള്ള ഒരു ദേവിയാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ നടത്തി തരുന്ന ദേവിയാണെന്നാണ് പറയുന്നത് മൃദംഗ ശൈലേശ്വരി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് വെച്ചാൽ നെയ്വിളക്ക് കൊളുത്തലാണ്. നെയ്വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും അത്ര. അപ്പോൾ പണ്ടത്തെ ഇങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് കാര്യങ്ങൾ നടന്നതായിട്ട് തെളിവുകൾ പറയുന്നുണ്ട്. അപ്പം ഞാനും ഇവിടെ പോയിട്ട് നെയ്വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. നെയ്വിളക്കിന് കുറേ പൈസ വേണമെന്നൊക്കെ വിചാരിക്കുമല്ലേ? അത്ര അധികം പൈസ ഇല്ല ഇവിടെ. നെയ്വിളക്കിന് ഇവിടെ 20 രൂപയുള്ള ഒരു നെയ്വിളക്കിന്, അതായത് നിലവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് നമുക്ക് തരും. നമ്മൾ നടക്കെ കൊണ്ടുപോയിട്ട് അവിടെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് 1-2 വിളക്കുകളുണ്ട്. അതിൽ നിന്നും അഗ്നി പകർന്ന് ഇത് കൊളുത്തി നമ്മൾ നടക്കെ വെച്ച് എന്ത് പ്രാർത്ഥിക്കുന്നു അത് നടത്തി തരും ദേവി എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വിചാരിച്ച കാര്യം നടന്നതായിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കും അവിടേക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ. മൃദംഗം എന്ന് വെച്ചാൽ നമുക്കറിയാം, മൃദംഗം എന്ന് വെച്ചാൽ ഒരു വാദ്യോപകരണമാണല്ലോ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മിഴാവ് കുന്നിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയാം. ഒരു മിഴാവ്, ആ മിഴാവിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മിഴാവിൽ നിൽക്കുന്ന ഭഗവതിയായിട്ടാണ് ഈ ദേവിയെ കാണുന്നത്. അതുകൊണ്ടാണ് മിഴാവ് കുന്നിൽ ഭഗവതി എന്ന പേര് വന്നു. മിഴാവ് കുന്നിൽ ഭഗവതി, അങ്ങനെ മുഴക്കുന്നിൽ ഭഗവതി എന്നായി. ഈ സ്ഥലത്തിൻ്റെ പേരിന് മുഴക്കുന്ന് എന്ന്, ഈ സ്ഥലത്തിൻ്റെ തന്നെ പേര് വന്നു മുഴക്കുന്നിൽ ഭഗവതി എന്നും പറയും. കണ്ണൂർ ജില്ലയിൽ പേരാവൂര്, അതുപോലെ തില്ലങ്കരി, അതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന കുറേ സ്ഥലങ്ങളാണ് അതൊക്കെ. അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം. വലിയ ബസ്സാണെങ്കിൽ കാറൊക്കെ ഇഷ്ടം പോലെ പോകും കേട്ടോ. ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ സൈഡിൽ ചെറിയൊരു വഴിയാണ്, അവിടെ ഒരു ബോർഡുണ്ട്. അവിടെ ചെന്നാൽ ദേവീക്ഷേത്രം കാണാം. നിന്നുകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ് ദേവിയുടെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നെയ്വിളക്കൊക്കെ കൊളുത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമെന്ന് പറയുന്നു. നടക്കുമെന്തായാലും ഉറപ്പായിട്ടും നമുക്കങ്ങനെ വിശ്വസിക്കാം. ശ്രീകോവിലിൽ പഞ്ചലോഹ വിഗ്രഹത്തിലുള്ള ദേവിയുണ്ട്. അതുകൂടാതെ ദക്ഷിണാമൂർത്തിയുണ്ട്. ദേവി ക്ഷേത്രത്തിൽ തൊട്ട് ഇപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗണപതിയുടെ ഒരു അമ്പലമുണ്ട്. അതുകൂടാതെ നമ്മളിങ്ങനെ വലം വെച്ചിങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ കോർണറിൽ മിഴാവ് ഇരിക്കുന്നുണ്ട്. ആ മിഴാവിൻ്റെ അവിടെ ഭഗവതി ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ തൊഴണം. അപ്പോൾ ആദ്യം ഭഗവതിയെ തൊഴുക, അത് കഴിഞ്ഞ് ഗണപതിയെ തൊഴുക, അപ്പുറത്ത് മിഴാവിലിരിക്കുന്ന ഭഗവതിയെ അവിടെയും തൊഴുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തെക്കേ ഭാഗത്ത് ദക്ഷിണാമൂർത്തി ഉണ്ട്, ദക്ഷിണാമൂർത്തിയെ തൊഴണം. അങ്ങനെ തൊഴുതിട്ട് വലം വെച്ച് പുറത്തേക്ക് വരാം. പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് വലം വയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ശാസ്താവിൻ്റെ ഒരു അമ്പലമുണ്ട്. അവിടെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിൽ കൂടെ പുറത്തേക്ക് കടന്നാൽ അവിടെ ശ്രീ പോർക്കലിയുടെ അമ്പലമുണ്ട്. ശ്രീ പോർക്കലി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇവിടുത്തെ രാജാക്കന്മാർ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചു പോകുന്നത് ശ്രീ പോർക്കലി ദേവിയാണ് അത്ര. പോർക്കലിന് പോർന്ന് ചെയ്യ യുദ്ധം എന്നല്ലേ അർത്ഥം. പോരിന് പോകുന്ന രാജാക്കന്മാർക്ക് വീര്യം പകരാനായിട്ട് ശ്രീ പോർക്കലി ദേവിയെ തൊഴുതു പോകണം നല്ലതാണെന്ന് പറയും. അപ്പോൾ അന്നത്തെ രാജാവായിരുന്ന പഴശ്ശിരാജയുടെ ഒക്കെ ദേവിയാണ് ശ്രീ പോർക്കലി. കോട്ടയം തമ്പുരാനാണ് കഥകളി ചിട്ടപ്പെടുത്തിയത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പണ്ടത്തെ എൻ്റെ ഓർമ്മ കോട്ടയം തമ്പുരാനാണ് ചിട്ടപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ
എൻ്റെ മനസ്സിലെ വിചാരം തെക്ക് ഭാഗത്തുള്ള കോട്ടയെന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ആ തിരുത്താനായിട്ട് സാധിച്ചത്. കോട്ടയം തമ്പുരാൻ കണ്ണൂർ ജില്ലയിൽപ്പെട്ട കോട്ടയാണത്രേ. അപ്പോൾ കോട്ടയം തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തിയപ്പോൾ അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള വേഷം ഏത് വേണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല, സംശയമായിരുന്നു അത്ര. അപ്പം അദ്ദേഹം അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള കുളത്തിൻ്റെ കരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആട്ടക്കഥകളൊക്കെ എഴുതാറും രൂപപ്പെടുത്താറൊക്കെ പതിവ് അത്രേ. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദേവി ആ കുളത്തിൽ നിന്നും പൊന്തി വന്നിട്ട് ആട്ടക്കഥയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏത് വേഷമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുത്തു അത്ര രാജാവിന്. കോട്ടയം തമ്പുരാന് മനസ്സിലാക്കി കൊടുത്തു. അപ്പം തന്നെ കോട്ടയം തമ്പുരാൻ അത് സ്വീകരിക്കുകയും അതാണ് സ്ത്രീ കഥാപാത്രത്തിൻ്റെ വേഷമായിട്ട് അദ്ദേഹം സ്വീകരിച്ചതും. അപ്പം അങ്ങനെ കലാകാരന്മാരെയും ദേവി അനുഗ്രഹിക്കുന്നുണ്ട്. ആപത്ത് വരുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയും ഒക്കെ തന്നെ പ്രാർത്ഥിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ അനുഗ്രഹിക്കാൻ സന്മനസ് കാണിക്കുന്ന ദേവിയാണ് മൃദംഗ ശൈലേശ്വരി. അവിടെ തൊഴാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. റിട്ടയേർഡ് IG ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം കണ്ണൂരിൽ പോസ്റ്റിംഗ് വന്ന സമയത്ത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രവുമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒന്ന് പറയണത് 3 വട്ടം ഇവിടെ ഈ വിഗ്രഹം കളവ് പോയിത്ര. ഈ വിഗ്രഹത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, അലക്സാണ്ടർ ജേക്കബിൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 3 വട്ടം ദേവിയുടെ വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം, അതായത് ഇതിന് ഒരു 1 കോടിയോളം രൂപ വിലയുണ്ടത്ര. അത്രയും വിലപിടിപ്പുള്ള ഒരു വിഗ്രഹമാണ് മൃദംഗശൈലേശ്വരി ദേവിയുടെ. ആ വിഗ്രഹം 3 വട്ടം കള്ളന്മാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണം. 3 വട്ടം കൊണ്ടുപോയിട്ടും അവർ കുറച്ച് വഴി ചെല്ലുമ്പോൾ അത് ഉപേക്ഷിച്ച് പോകുകയാണ്. അവിടെ എഴുതി വയ്ക്കും ഒരു കടലാസിൽ, ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ വിഗ്രഹമാണ്, ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്, ഇത് നിങ്ങൾ കിട്ടുന്നവർ പെട്ടെന്ന് അവിടെ തന്നെ കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 3 പ്രാവശ്യവും കള്ളന്മാർ ഇതുപോലെ ചെയ്തു എന്നാണ് പറയുന്നത് അലക്സാണ്ടർ ജേക്കബ്. അവസാനം ഈ കള്ളന്മാരെ പിടിച്ചപ്പോൾ കള്ളന്മാരിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയത്, നിങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഗ്രഹം ഉപേക്ഷിച്ചത്, നിങ്ങൾ 1 കോടി രൂപ വില മതിക്കുന്ന ഈ വിഗ്രഹം നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു ചോദിച്ചപ്പോൾ പറയണത്, ഈ വിഗ്രഹം തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സ്ഥലകാലബോധം ഉണ്ടാവില്ല എന്ന്. ഞാൻ എവിടേക്കാണ് പോണേ, എന്താ പോണേ, കണ്ണ് കാണാത്ത പോലെയാവുന്നു. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അവർക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ദിശാബോധം കിട്ടില്ല എന്ന്. മാത്രമല്ല മറ്റൊരു കാരണം അദ്ദേഹം പറഞ്ഞത്, അവർക്ക് പിന്നെ ഇത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മലമൂത്ര വിസർജനം ചെയ്യണം നിങ്ങൾ തോന്നിപ്പിക്കൂ അത്ര. ഈ 2 കാരണം ഇവർക്ക് അധികം ദൂരേക്ക് ഈ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവിയുടെ വിഗ്രഹം മോഷണം പോവാതെ തിരിച്ചു കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഒരു പാറാവുകാരൊന്നും വെച്ചിട്ടില്ല. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുവകകളുള്ള ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പാറാവുകാരെ വയ്ക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണത്രേ. ദേവിക്ക് അത്രയധികം ശക്തിയുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് പോണത്. പോയ ഭംഗിയായിട്ട് ദേവി വിഗ്രഹം കണ്ട് തൊഴുതു, ഗണപതിയെ തൊഴുതു. മിഴാവിൽ ഭഗവതിയെയും ആ മൂലയിലിരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഇനി പോകുമ്പോൾ നോക്കിക്കോളൂ. മിഴാവിൽ ഭഗവതിയെയും തൊഴുതു. അവിടെ മിഴാവ് കാണാം, നമുക്ക് ഇരിക്കണ കാണാം, ഭഗവതി ഉണ്ട് അവിടെ. മാത്രമല്ല അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ട് ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട്, ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ ഒപ്പം ആരെല്ലാം ഉണ്ട് എന്ന ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൃദംഗ ശൈലേശ്വരിയെ കാണണ്ടേ, ക്ഷേത്രത്തിലേക്ക് പോകണ്ടേ, പോകാം നമുക്ക് കേട്ടോ. ഞങ്ങൾ 11:30 ആയപ്പോഴേക്കും എത്തി അവിടെ. പക്ഷേ ഇപ്പോൾ കൊട്ടിയൂരിലെ സമയമായതുകൊണ്ട് ഇവിടെ 1 മണി വരെയൊക്കെ എല്ലാവർക്കും തൊഴാൻ പറ്റും. മാത്രമല്ല 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ അന്നദാനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്കും വൈകുന്നേരവും അവിടെ വരുന്ന എല്ലാവർക്കും അന്നദാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. ഇതിലൊരു ചെറിയ വഴിയാണ് കേട്ടോ അത്. ഇതിലെ അങ്ങോട്ട് പോയാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തും. കണ്ടു, ഇവിടെയൊക്കെ
ഇപ്പോൾ കൊട്ടിയൂർ ഉത്സവം പ്രമാണിച്ച് ഇവിടെയും നല്ല ഭക്തജന തിരക്കുണ്ട്. അതുകൊണ്ട് മുൻഭാഗത്തൊക്കെ പന്തലിട്ടിട്ടുണ്ട്. വഴിപാട് കൗണ്ടറുകൾ ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് നെയ്വിളക്കിനുള്ള ടിക്കറ്റൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് ക്യൂ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ നിൽക്കുന്നത് ക്യൂവിലാണ് കേട്ടോ. ക്യൂ നിൽക്കുന്ന ആൾക്കാർ നനയാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനും ഒക്കെ ആയിട്ട് മേൽക്കൂരിയൊക്കെ ഉണ്ട്. അന്നദാന കൗണ്ടറല്ല അവിടെ. നമ്മളുടെ വലതുഭാഗത്ത് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ചുമരാണ്. തൊഴുത് കഴിഞ്ഞ ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ നല്ല വെട്ടുകല്ല് കൊണ്ടാണ്. തൊഴുത ആൾക്കാരാണ് അവിടെ ഇരിക്കണത്. നമ്മളുടെ ഇടതുഭാഗത്ത് കാണുന്നത് അന്നദാനത്തിനുള്ള ക്യൂ ആണ്. അന്നദാനത്തിന് 11 മണിക്ക് അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യൂ നടുക്ക് നിൽക്കണു. ഇത് ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഇത്തിരി നേരം പിടിക്കൂ കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്നു. 11:30 ക്യൂ നിന്നിട്ട് ഞങ്ങൾ തൊഴുതപ്പോൾ 12:30 ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നിന്ന് മുന്നിലേക്ക് എത്തി നമ്മുടെ ക്യൂ. അവിടെ നിന്നാൽ അവിടെ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിന് തൊട്ടടുത്തായിട്ട് കൊടിമരവും കാണാം. ചെമ്പ് പൂശിയിട്ടുള്ള കൊടിമരമാണ്. പ്രസാദം കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. തൊഴുത് കഴിഞ്ഞ ആൾക്കാർ ഇവിടെ വന്നാണ് പ്രസാദം വാങ്ങുക. ഞങ്ങൾ ക്യൂവിൽ നിന്നുകൊണ്ട് ഇതൊക്കെ അവലോകനം ചെയ്യാണ് കേട്ടോ. ഇതാ നല്ല ഭംഗിയുള്ള ഒരു പൂമുഖമുണ്ട് ക്ഷേത്രത്തിന് ഉള്ളിൽ. കണ്ടില്ലേ, നമ്മുടെ വലതുഭാഗത്ത് കാണുന്നൊരു പൂമുഖമാണ്. ഇതിലേ പോകുന്ന ക്യൂ എനിക്ക് തോന്നുന്നത് VIP ആണെന്ന് തോന്നണത് കേട്ടോ. ഇതാ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. അവിടെ ദേവിയുടെ ഒരു ചിത്രമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ തൊഴുതു, ഉള്ളിൽ കടന്നു, നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, ദേവിയെ തൊഴുതു, ഗണപതിയെ തൊഴുതു, മിഴാവിൽ ഭഗവതിയെ തൊഴുതു, ദക്ഷിണാമൂർത്തി തൊഴുതു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് പ്രസാദം വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. പ്രസാദം ഇവിടുന്ന് വാങ്ങാനായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. ഞാനപ്പോൾ അവരുടെ പടമൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ ഒന്നുകൂടി പ്രദക്ഷിണം വയ്ക്കാൻ തീരുമാനിച്ചു. കാരണം കുറച്ച് ദേവതകൾ പുറത്തും ഉണ്ടല്ലോ, അവിടെ തൊഴണമല്ലോ. നമ്മൾ ഉള്ളിൽ മാത്രമേ ഇപ്പോൾ തൊഴുതിട്ടുള്ളൂ. ഭഗവതി കണ്ടില്ലേ. ഇപ്പോഴും നീണ്ട ക്യൂ നിൽക്കുകയാണ് ഇവിടെ. നമ്മൾ തൊഴുത് കഴിഞ്ഞതാണ്. ഇതാ ഇടതുഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു പ്രദക്ഷിണ വഴി കൂടെ വന്നപ്പോൾ ഇവിടെ സരസ്വതി മണ്ഡപമുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ നവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃദംഗശൈലേശ്വരി സരസ്വതി മണ്ഡപം, ഇവിടെ നവാഹം നടന്നുകൊണ്ടിരിക്കുക. സരസ്വതി മണ്ഡപമാണ്. ഇപ്പോൾ ഇൻ്റർവെല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ആരെയും കാണാത്തത്. കാമരൂപിണി വിദ്യാരംഭം ക്യൂ തൊഴാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഇതൊക്കെ. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ശാസ്താവിനെ തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ എള്ളുതിരി വാങ്ങാനായിട്ടാണ് ഇവിടെ നിന്നത്. ഇവിടെ നിന്ന് എള്ളുതിരി വാങ്ങിയിട്ട് ഇവിടെ ശാസ്താവിൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് എള്ളുതിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് പടിഞ്ഞാറോട്ട് ഒരു വാതിൽ കണ്ടോ. അതിലേ പോയാൽ അവിടെയാണ് ശ്രീ പോർക്കലി ക്ഷേത്രമൊക്കെ. അപ്പം ഞങ്ങൾ അവിടേക്കും പോകാനായിട്ട് ഈ സ്റ്റെപ്പുകൾ കയറി. ഇതാണ് ശ്രീ പോർക്കലി ദേവിയുടെ ക്ഷേത്രം. പഴശ്ശിരാജ തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ രാജാക്കന്മാർ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രീ പോർക്കലിയുടെ അനുഗ്രഹം തേടിയിട്ടാണ് പോവുക. വന്നിച്ച് കണ്ടോ, രാജാവ് പഴശ്ശിരാജയുടെ പടമൊക്കെ കാണാം അവിടെ. ഇവിടെ നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. എല്ലാവരും നെയ്വിളക്ക് വാങ്ങി കത്തിച്ചു. അവിടെ ചുമരുമ്മ കുറേ കാര്യങ്ങളൊക്കെ എഴുതി. കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചും കോട്ടയം തമ്പുരാനെക്കുറിച്ചും
ഒക്കെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ശ്രീ പോർക്കലി ദേവിയെയും തൊഴുത് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ഞങ്ങളോടൊപ്പം ഇല്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവരുടെ അടുത്ത് എത്താനായിട്ട് വേഗത്തിൽ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. പഴശ്ശിരാജയുടെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ ഇവിടെ. ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കവാടമാണ്. നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് കയറിയത് കേട്ടോ. ഇപ്പം നമ്മൾ മൃദംഗ ശൈലേശ്വരി ദേവിയെയും ശ്രീ പോർക്കലി ദേവിയെയും ഒക്കെ തൊഴുതു പുറത്തേക്ക് എത്തി. ഈ വീഡിയോ ദർശിച്ച എല്ലാവർക്കും മൃദംഗ ശൈലേശ്വരി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.